നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത ബ്രസീലിയറോ സീരിയയ്ക്ക് മുന്നോടിയായിട്ട് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതിശക്തം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സാൻഡോസ്. ഇപ്പോൾ ഒരു ചെറിയ സാങ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷേ ചെറിയ തുകയാണ്. അത് അടച്ച് തീർത്ത് കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് 45 ദിവസത്തെ സമയവുമുണ്ട്. സോ അത് ടീമിനെ ബാധിക്കുമെന്ന് കരുതണ്ട. ഇപ്പോഴിതാ മുന്നേറ്റ നിരയിലേക്ക് ഒരു താരത്തെ എത്തിക്കാൻ പോകുന്നു. വാർത്ത ബ്രസീലിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൽ പറയുന്നത് സാൻഡോസ് പ്രിലിമിനറി കോൺട്രാക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞു വിറ്റീഞ്ഞോയുമായിട്ട്. അതായത് ബ്രസീലുകാരനായിട്ടുള്ള 26-കാരനായിട്ടുള്ള സ്ട്രൈക്കർ, അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് വിറ്റീഞ്ഞോ. ഇപ്പോൾ ഇൻ്റർനാസിയോണലിലാണ്. പക്ഷേ അദ്ദേഹം ശരിക്കും ഡൈനാമോ കീവിൻ്റെ കളിക്കാരനാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പാരൻ്റ് ക്ലബ്ബ്. ഇപ്പോൾ ലോണിലാണ് ഇൻ്റർനാസിയോണലിലുള്ളത്. അവിടെ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിലിമിനറി കോൺട്രാക്റ്റ് സാൻഡോസ് സൈൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഡൈനാമോ കീവുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഈ ഒരു ഘട്ടത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇൻ്റർനാഷണലിന് ഉള്ള ആ ഒരു ലോൺ എപ്പോൾ അവസാനിക്കുന്നുവോ അതേ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡൈനാമോ കീവുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റും അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ സാൻഡോസ് പ്ലെയറുമായിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ റിഗാർഡിങ് സാലറി ടേംസ് ഇനി വളരെ ചെറിയ കാര്യങ്ങൾ കൂടിയേ ഫൈനലൈസ് ചെയ്യേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ ഡീല് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവും. സാൻഡോസിലേക്ക് താരം എത്തും എന്നാണ് റിപ്പോർട്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ മൈക്കിലുമായിട്ട് സാൻഡോസ് നെഗോസിയേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ നീക്കവും ഒരു ഭാഗം നടക്കുന്നുണ്ട്. ഫ്ലെമിംഗോ പ്ലെയറാണ് മൈക്കൽ. അദ്ദേഹം സാലറി റിഡക്ഷന് പോലും തയ്യാറാണ്. നെയ്മർ അവിടെയുണ്ട്. അപ്പോൾ നെയ്മർക്കൊപ്പം കളിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ സാലറി റിഡക്ഷൻസിന് പോലും അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ക്ലബ്ബ് ഇപ്പോൾ ഒരു പെർമനൻറ്റ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇനീഷ്യൽ ഐഡിയ അദ്ദേഹത്തെ ലോണിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് എത്തിക്കാനാണ് എന്തായാലും സാൻഡോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു എത്താം.